ഈ പറഞ്ഞ ദേവിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ട്. മൂകാസ്വാദനവത് എന്നൊരു സൂത്രം പറയുന്നുണ്ട്. മൂകൻ മാമ്പഴം ആസ്വദിക്കുന്നത് പോലെ എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം മൂകൻ മാമ്പഴം കഴിച്ചിട്ട് എൻ്റെ സ്വാദ് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഭക്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ഇതിനകത്ത്. പിന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് നമ്മൾ ദേവിക്ക് ഞാനിവിടെ ദാസനായിട്ട് ദേവിദാസന് വന്നിട്ട് നമ്മൾ ദേവിയിൽ തന്നെ ഏകാഗ്രതമായിട്ട് ചിത്രത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കൂടുതൽ വിഷ്വലിലൂടെ തന്നെ കൂടുതൽ അറിവ് നേടാൻ സാധിക്കും. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈശ്വരിൽ നിന്നുള്ളത് അറിവാണ് പ്രധാനം. അപ്പം അറിവ് കൂട്ടുമ്പോഴാണ് ഈശ്വരനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. അറിവില്ലാതെ അടുക്കുന്ന അന്ധവിശ്വാസമാണ്, അന്ധമായിട്ടുള്ള കണ്ണടച്ച് വിശ്വസിക്കുന്നത്. അപ്പം അറിവ് നേടുക എന്നുള്ളതാണ്